ഓക്കെ, ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ പറയണം. എന്നാലും ഞങ്ങൾക്കും അറിയില്ല, കാരണം ഞങ്ങളും ഇതൊക്കെ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവരല്ലേ. പിന്നെ നിങ്ങൾ കേൾക്കുന്നില്ല എന്നുള്ളത്, സ്ക്രീൻ ഷെയർ ചെയ്യുന്ന സമയത്ത് വരുന്ന ഓഡിയോസ് നിങ്ങൾ കേൾക്കുന്നില്ല എന്നുള്ളത് അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ബാക്കി ടീച്ചേഴ്സ് പറയുമ്പോൾ ചെയ്യുന്നുണ്ടോ അത്? പണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു, പിന്നെ കേൾക്കാത്തപ്പോ ഞാൻ ഏതോ ഒരു ടീച്ചറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെയോ? ഓക്കെ, ഇപ്പൊ ഞാൻ നമ്മുടെ എക്സ്പെരിമെന്റ് പറഞ്ഞേക്കുന്നത് ടു ഗ്രോ ആലൂൺ ക്രിസ്റ്റൽസ് എങ്ങനെയാണെന്നുള്ളതാണ്. എവിടെ മൗസ് ഇല്ലാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ് ഇതെല്ലാം. വേറെ ക്ലാസ് ഇപ്പം വേറെ സൗണ്ട് വരാൻ തുടങ്ങിയാ? വേറെ ക്ലാസിന്റെ സൗണ്ട് കേൾക്കുന്നു. അപ്പുറത്തെ ക്ലാസ്സിൽ ജയശ്രീ മിസ് ക്ലാസ് എടുക്കുന്നതാണ്. ഞാനതൊന്നും എടുക്കട്ടെ. Can you hear the sound now? സൗണ്ട് നന്നായിട്ട് കേൾക്കുന്നുണ്ട്. ഞാൻ അവിടെ ടിക്ക് ഇട്ടു, അതുകൊണ്ടാ. ഫസ്റ്റ് മിനിറ്റ് അതാ ഏകദേശം തിളച്ച വെള്ളം കൺവെർഷൻ എടുത്തായിരുന്നോ? നൂലും കൊണ്ട് കെട്ടിയിട്ട് ഏകദേശം തിളച്ച വെള്ളത്തിലേക്ക് ഇടുക. കട്ടി എന്താ? അല്ലൂം ക്രിസ്റ്റൽ വൈറ്റ് ഗ്ലൂ മെത്തേഡ്. paint with white glue and dip in alum. When the glue is completely dry, place ഈ ക്രിസ്റ്റൽ എന്ന് പറയുമ്പോ ഈ സാധനം എന്ന് പറയുന്നത് ഷോൺ ചോദിച്ചത് ഈ സാധനമല്ലേ? ആക്ച്വലി അത് എന്താ പറയണ്ടത്, നമ്മുടെ ഈ മുത്ത് പോലത്തെ ഒരു സാധനമല്ലേ, എന്താ തന്നെ പറയുന്നത്, ഈ എന്താ പേളില്ലേ, പേള് പോലത്തെ നമ്മുടെ ഈ ഡ്രസ്സിലൊക്കെ വെച്ച് പിടിപ്പിക്കുന്നതും ഗേൾസിന്റെ ഒക്കെ മാലയിലൊക്കെ ഇടുന്നതും അങ്ങനത്തെ തരം ക്രിസ്റ്റൽസ്.
ഓക്കെ, ആ ക്രിസ്റ്റൽസ് ഇങ്ങനെ ഇതാക്കുന്നതാണ് ചോദിച്ചേക്കുന്നത്. ഹൗ ടു ഗ്രോ ബിഗർ ക്രിസ്റ്റൽ. ഓക്കെ, so you will need about 25 gram of alum. You can buy alum from a grocery store. Water, nylon thread, clean cups, beakers, a spoon, a stick and a piece of fine cloth. These are the items that we need to make. Heat some water in beaker. Remove the beaker from the fire before the water starts boiling. Just before starting the boiling the water, we should remove the beaker from the stove. അതായത് തിളക്കാൻ പോകുമ്പോൾ തിളക്കണ്ട, അതിന് തൊട്ട് മുമ്പേ തന്നെ നമ്മൾ അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം, സ്റ്റവിൽ നിന്ന് മാറ്റി വെക്കാം. Then and transfer the water to a clean cup. Then we should pour the water into a clean cup. Add the alum slowly to this hot water and stir. അതിനകത്ത് കുറച്ച് കുമ്മായം നമ്മൾ ഇടുക, ആലയം ഇടുക. Keep on adding, we should stir it well. Then keep on adding alum to the water until no more alum can dissolve and some alum left in undissolved at the bottom. You now have a started solution of alum in hot water. Then we have to add this. First we have to take the water just before boiling. We should remove and then we have to pour into cup, clean cup. Then we have to add some alum in that and stir it well. Again and again we have to add, and we have to add it till no alum will dissolve in that. Means after a certain quantity it will not dissolve, isn't it? So നമുക്ക് എത്രത്തോളം അതിനെ അലിയിക്കാൻ പറ്റും, കുമ്മായ അലിയാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ അതിനകത്തോട്ട് ആഡ് ചെയ്യുക. അതിനുശേഷം ലാസ്റ്റ് നമുക്കറിയാം കുറച്ച് അലിയാതെ കിടക്കും, അന്നേരം നമ്മൾ നിർത്തുക. So there should be some without dissolving that also. Filter the solution using a fine cloth to remove the undissolved alum. So some undissolved alum will be there. We have to filter it with using a cloth, fine cloth. നല്ലൊരു തുണി വെച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ ഒഴിച്ച് അരിച്ചെടുക്കുക. അപ്പം വെള്ളത്തിൽ ഇനി ഡിസോൾവ് ആകാത്ത ആലും മറ്റേ വെള്ളത്തിലുണ്ടാവില്ല, കാരണം അരിച്ചെടുത്തല്ലോ. We have to filter it. Then collect the filtrate in a cup. As the solution cools, it becomes a super saturated solution. That is, it has more alum than can remain dissolved in the water. അതായത് പിന്നെ അത് തണുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അത് തണുപ്പിക്കാൻ വെക്കുക. ഇപ്പൊ അതിനകത്ത് പൊടിയൊന്നുമില്ല, നന്നായിട്ട് അരിച്ചെടുത്തതാണ്. അതിനുശേഷം തണുപ്പിക്കാൻ വെക്കുക. തണുപ്പിക്കാൻ വെച്ച് കഴിഞ്ഞാൽ തണുപ്പ് കഴിയുമ്പോൾ എന്താന്ന് വെച്ചാല് there it will be thick. Thick എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ വെച്ച് വെച്ചാൽ നേർത്തിരുന്ന സാധനമാണ്, പക്ഷെ അത് തണുത്ത് കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ ഒന്ന് കുറുകിയ പോലെയായി. മനസ്സിലായോ? കുറച്ചുകൂടെ ഒന്ന് ടൈറ്റ് ആയ പോലെ. It has more alum than can remain dissolved in the water. Such a solution is very unstable and will crystallize easily. So അങ്ങനത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത് കുറച്ച് കുറുകിയ പോലെ. നിങ്ങളുടെ വീട്ടിലെ കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ കറിയൊക്കെ വെച്ച് ചൂടോടെ വാങ്ങി പായസം, കോട്ടക്കറി പായസം വെക്കാം, ഇടയ്ക്കിടയ്ക്ക് വെക്കാറുള്ളതല്ലേ. പായസം വെച്ച് കഴിയുമ്പോൾ അടുപ്പത്ത് നിറക്കുമ്പോൾ നല്ല പാകത്തിന് വെള്ളമൊക്കെ ഉണ്ടാകും. കുറച്ച് സമയം തണുത്ത് കഴിയുമ്പോഴത്തേനും അതെന്ത് സംഭവിക്കുന്നു? കുറുകി ടൈറ്റ് പോലെയാകും അല്ലെ, കുറച്ചുകൂടെ ഇതാകും. അപ്പൊ അതിന് സാധാരണ അവരെന്താ ചെയ്യുന്നത്? കുറച്ച് വാട്ടർ ദേവിൽ ആഡ് എക്സ്ട്രാ അധികം കുറച്ച് വെള്ളം നീട്ടി വെക്കും. അതിനുശേഷം തണുത്ത് കഴിയുമ്പോൾ കുറുകി എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെ ചൂടുവെള്ളത്തിലേക്കാണ് നമ്മൾ ഇതിടുന്നത്, ഇളക്കുന്നത്, കുമ്മായപ്പൊടി ഇട്ട് ഇളക്കുന്നത്. പിന്നെ ഡിസോൾവ് ആകാത്ത നമ്മൾ അതായത് ഡിസോൾവ് കംപ്ലീറ്റ് ആകുന്നത് വരെ നമ്മൾ പിന്നെ ഒരിക്കലും ഡിസോൾവ് ആകാത്ത രീതിയിൽ എത്തുമ്പോഴാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ടത്. ആ ഡിസോൾവ് ആകാത്ത വി ഹാവ് ടു ഫിൽറ്റർ ഇറ്റ്, അതിനെ അരിച്ചെടുക്കുകയും ചെയ്യണം. Then we have to keep it for some time to be cooled down. Then after cooling down we can see that it is little tight, കുറച്ച് ടൈറ്റ് പോലെ ആയിരിക്കും അത്, മറ്റേ നല്ല ലൂസ് അല്ല. So dissolve the water. Such a solution is very unstable and will crystallize easily. Leave the cup undisturbed overnight and let it cool. Don't take it, don't touch it. Means without disturbing, means we have to keep it one side and overnight. ഒരു ഫുൾ ഡേ അങ്ങനെ തന്നെ വെച്ച് തുറക്കാതെ വെക്കാം. Some crystals of solid alum will form at the bottom of the cup when the solution cools down.
സോ ഇത് തണുത്ത് ഇതായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കറിയാനകത്ത് കുറച്ച് ക്രിസ്റ്റൽസ് ഒക്കെ ആയിട്ട് വരും. ഒരു 10-12 മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസം ഫുൾ എടുത്തു 24 hours എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ സെറ്റിൽ ആയി കഴിയുമ്പോൾ താഴെ നമുക്ക് സ്മോൾ ക്രിസ്റ്റൽസ് ഒക്കെ രൂപപ്പെട്ടതായിട്ട് കാണാം. Again, filter the solution through the cloth and collect the filtered alum water in a beaker. And again we have to filter. ഇനി ഇത് തണുത്തൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഊറി അത് കുറച്ച് ക്രിസ്റ്റൽ പോലെ ആയിരുന്നു, കഷ്ണം പോലെ ആയിരുന്നു. അതിന് again we have to filter. Then we have to take the filtered water into another beaker. പിന്നെ നമ്മളത് വീണ്ടും ഫിൽറ്റർ ചെയ്ത സാധനം നമ്മൾ വീണ്ടും ഒന്നും കൂടെ വേറൊരു പാത്രത്തിൽ ഒഴിച്ചെടുക്കുക, ക്ലീൻ ചെയ്തിട്ട്. The crystal that stay behind the cloth will be the seeds to start the formation of new crystals. അപ്പം ഈ തുണിയിൽ ബാക്കി കിടക്കുന്ന ക്രിസ്റ്റൽസ് പൊടി പോകുന്നില്ലേ, it will be the seed എന്ന് പറയുമ്പോൾ ഇവിടെ മരത്തിന്റെ വിത്ത് പോലത്തെ ഒരു വിത്തല്ല ഉദ്ദേശിക്കുന്നത്. To start the formation of new crystals, പുതിയ ക്രിസ്റ്റൽസ് ഉണ്ടാക്കാനുള്ള വിത്ത് പോലെ എന്ന് വെച്ചാൽ it will help to form the new crystals. Tie a piece of nylon thread around the largest best to form the crystal. Tie the other end of the thread to the middle of a stick. Remember that tying the knot on the crystal is the most difficult part of this whole activity. Suspend the seed in the alum water with the stick resting across the beaker. The seed should dangle in the alum water, cover loosely with a cloth. ഇനി അടുത്ത എന്താന്ന് വെച്ചാൽ we have to take a small stick, then one thread, then what we have to do, we have to tie that crystal what is left on the cloth. നമ്മളിപ്പോ രണ്ടാമത് അടിച്ചപ്പോ അതിനകത്ത് ക്രിസ്റ്റൽ കുറച്ച് ബാക്കി വരുന്നില്ലേ, അതിനെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഒരു നൂലെടുത്തിട്ട് പതുക്കെ കെട്ടണം. എന്ന് പറഞ്ഞാൽ അത് പൊടിഞ്ഞൊക്കെ പോകാൻ സാധ്യതയുണ്ട്. ഇറ്റ് ഈസ് വെരി അതാ പറയുക ഇറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ഓർ ദ ഗ്രേറ്റസ്റ്റ് ടാസ്ക് ഇൻ ദിസ് ഹോൾ ആക്ടിവിറ്റി. ഇത് ഈ ആക്ടിവിറ്റി മൊത്തം ചെയ്യുന്നതിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നതാണ് ആ ക്രിസ്റ്റൽ നമ്മൾ കെട്ടുക. കാരണം പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അല്ലെ. വളരെ കെയർഫുൾ ആയിട്ട് നമ്മൾ അതിന് കെട്ടുക. ഒരു ത്രെഡ് ഉപയോഗിച്ച് കെട്ടി മറ്റേറ്റം നമ്മൾ ഈ കോൽ വെച്ചിരിക്കുന്നുണ്ട് ബീക്കറിന്. അപ്പൊ നമ്മൾ ഈ ബീക്കറിലുള്ളത് ശരിക്കും ഇപ്പൊ രണ്ടാമത് അടിച്ചെടുത്താൽ ലൈം വാട്ടർ ആണ്, സോറി അലൂം വാട്ടർ ആണ്. അതിന് ഒരു കോലിങ്ങനെ കോലിന്റെ നടുക്ക് പിന്നെ നമ്മൾ കെട്ടണം. ഒരറ്റം നമ്മൾ ക്രിസ്റ്റൽ കൊണ്ട് കെട്ടുക, മറ്റേ അറ്റം നമ്മളെ കോലിൽ കെട്ടിട്ട് ഈ ഇങ്ങനെ വെച്ചിട്ട് ഈ വെള്ളത്തിനകത്തിട്ട് വെക്കണം. മനസ്സിലായോ? മനസ്സിലായില്ല? ഓക്കെ, പിന്നെ ബാക്കി പറയാം, ഒന്നുകൂടെ പറയാം കഴിഞ്ഞിട്ട്. Then tie the other end of the thread to the middle of the stick. Remember that tying the knot on the crystal is the most difficult part of this whole activity. Suspend the seed in the alum water with a stick resting across the beaker. The seed should dangle in the alum water, cover loosely with a cloth. Look at your experiment a couple of times a day. What is happening if crystal starts forming in the bottom of your beaker of solution? Remove the stick and carefully pour the alum water into another clean water. Do not let the crystal on the bottom get into the other clean water. These crystals need to be removed as they will also act seeds and will not let your big crystal grow. ഇനി എന്താന്ന് വെച്ചാൽ നമ്മൾ ക്രിസ്റ്റൽ ഉണ്ടാക്കുന്ന എങ്ങനെയല്ല, കുറെ ക്രിസ്റ്റൽസ് കണ്ടില്ലായിരുന്നോ? ഓക്കെ, അതെങ്ങനെയാന്ന് വെച്ചാൽ ഒന്നുകൂടി ഞാൻ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഫസ്റ്റ് വി ഹാവ് ടു ടേക്ക് ഇൻ എ ബീക്കർ സം വാട്ടർ, ബോയിൽ ഇറ്റ്. Just before boiling, we should remove it from the stove and pour that water into another cup. Then we have to take some alum powder. കുറച്ച് അലൂം പൗഡർ എടുക്കുക. ഈ തിളച്ച വെള്ളം തിളയ്ക്കുന്നതിന് തൊട്ട് മുന്നേ വാങ്ങി വേറൊരു പാത്രത്തിൽ ഒഴിച്ചു വെക്കണം. ചൂടുണ്ടായിരുന്നു, ചൂടുവെള്ളം എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. നല്ല ചൂട് വേണം. എന്നിട്ട് നമ്മുടെ അലൂം അതിനകത്ത് ഇളക്കുക, സ്റ്റെയർ ചെയ്യുക. അപ്പൊ നമുക്കറിയാം അലൂം പൗഡർ നമ്മൾ അതിനകത്ത് സ്റ്റെയർ ചെയ്ത് കഴിയുമ്പോൾ it will dissolve in the water. Then after dissolving നമുക്കറിയാം കുറെ ഒരു പരിധിക്കപ്പുറം ഡിസോൾവ് ആവില്ല. സോ നമ്മൾ നോക്കി അതിനകത്ത് ഡിസോൾവ് ചെയ്യുന്നത് നിന്നു എങ്കിൽ അന്നേരം നമ്മൾ നമ്മുടെ ആഡിങ് ചെയ്യുന്നത്, അതായത് നമ്മുടെ മയപ്പൊടി ഇടുന്നത് നിർത്തുക. അതിനുശേഷം അതിനകത്ത് കുറച്ച് എന്തായാലും അലക്കാത്ത സംഭവങ്ങളുണ്ടല്ലോ, ഈ അലൂം പൗഡർ, ദാറ്റ് വി ഹാവ് ടു ഫിൽറ്റർ. അത് നമ്മളൊരു തുണി വെച്ച് അരിക്കുക. അപ്പൊ അരിച്ചു കഴിയുമ്പോൾ താഴോട്ട് നമ്മുടെ അലൂം വാട്ടർ വീഴും. ഈ ക്രിസ്റ്റലായിട്ട് അലിയാതെ കിടന്ന സംഭവങ്ങള് നമ്മളുടെ മാറ്റിക്കളയാം.
ആഫ്റ്റർ ദാറ്റ് നമ്മൾ കുറെ സമയം അനക്കാതെ വെക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാല് പിന്നെ നമ്മൾ ഒരു ദിവസം അനക്കാതെ ഇങ്ങനെ വെക്കുക. അപ്പൊ അനക്കാതെ ഒരു ദിവസത്തോളം അല്ലെങ്കിൽ ഒരു 5-8 മണിക്കൂർ അങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കറിയാം, പിന്നെ നമ്മൾ പിറ്റേ ദിവസം നോക്കുമ്പോൾ അതിന്റെ അടിയിൽ വീണ്ടും എന്തായാലും കുറച്ച് പൊടി ഇങ്ങനെ ബാക്കി കാണും. അതിങ്ങനെ ഒരു ക്രിസ്റ്റൽ മാതിരി ഒരുമാതിരി ആയിട്ടുണ്ടാകും. നമ്മൾ ആദ്യം ഫിൽ ചെയ്തതാണെങ്കിൽ പോലും അതിനകത്ത് പിന്നെയും തെളിഞ്ഞു കാണും. വെള്ളം മേളിൽ തെളിഞ്ഞും താഴെ പൊടി ഊറിയിട്ട് സെഡിമെന്റേഷൻ പോലെ കാണാം. ദെൻ വി ഹാവ് ടു ടേക്ക് അനദർ ക്ലോത്ത്, വേറൊരു ക്ലോത്ത് എടുത്തിട്ട് നമ്മൾ അരിക്കുക, വീണ്ടും ഫിൽ ചെയ്യുക. ഫിൽ ചെയ്യുമ്പോൾ ഇപ്പോഴും നല്ലപോലെ ഫിൽ ചെയ്ത് കഴിയുമ്പോൾ ആ തെളിഞ്ഞ വെള്ളം മാത്രം താഴോട്ട് പോകും. പിന്നെ ഈ പറഞ്ഞ അടിയിൽ ഊറി കിടന്ന് ആ അലൂം പൗഡർ ക്രിസ്റ്റൽ പോലെ മേളിൽ കിടക്കും. അതിനെ നമ്മൾ അനക്കാതെ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് എന്താന്ന് വെച്ചെന്നാല് പിന്നെ നമ്മൾ പയ്യെ ഒരു നൂലെടുത്തോണ്ട് വന്ന് അതിനെ കെട്ടുക. അത് കെട്ടുമ്പോൾ ശ്രദ്ധിക്കണം, പൊട്ടിയും പൊടിഞ്ഞും ഒക്കെ പോകും. 100%, 99% പോസിബിലിറ്റി ഉണ്ട് അത് പൊട്ടിപ്പൊടിഞ്ഞൊക്കെ പോകാൻ വേണ്ടി. അതാണ് പറഞ്ഞ ഇറ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ടാസ്ക് ഇൻ ദിസ് ഹോൾ ആക്ടിവിറ്റി ഇൻ ടൈയിങ് ദാറ്റ് ടൈയിങ് എ ത്രെഡ് വിത്ത് ദാറ്റ് ക്രിസ്റ്റൽസ്. ആ ക്രിസ്റ്റലിന്റെ കൂട്ടത്തില് ഇത് കെട്ടി വെക്കുന്നതാണ്. ഇനി വളരെ കെയർഫുൾ ആയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റിയെങ്കിൽ കെട്ടി വെച്ചതിന് ശേഷം ആ ത്രെഡിന്റെ മറ്റേ അറ്റം നമ്മളൊരു സ്റ്റിക്കിൽ കെട്ടുക. സ്റ്റിക്കിൽ കെട്ടി നമ്മൾ ആദ്യം രണ്ടാമത് അരിച്ചെടുത്ത അലൂം വാട്ടറിനകത്ത് മുക്കി അങ്ങനെ വെക്കുക. അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ, അതായത് കുറെ മണിക്കൂറുകൾക്ക് ശേഷം ഈ പറഞ്ഞ നമ്മുടെ ക്രിസ്റ്റൽ ഫോംഡ് ആയിട്ടുണ്ടാവും, ഏകദേശം ആയിട്ടുണ്ടാവും. Look at your experiment. Look at your experiment a couple of times a day. What is the meaning of couple of day? Couple means what? Couple എന്ന് പറഞ്ഞ അർത്ഥം ജോഡി, പെയർ അല്ലെ? Couple means pair. So pair means two will be there. So pair, couple of day means ഒരു ദിവസം 2 പ്രാവശ്യങ്ങൾ നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. What is happening? If crystals start forming in the bottom of your beaker of solution, remove the stick and carefully pour the alum water into another clean water. ഇനി നമ്മൾ ആദ്യം കെട്ടിവെച്ച സാധനം വെള്ളത്തിലാണുള്ളത്, അനക്കാതിരിക്കുകയാണ്. നമ്മൾ നോക്കി കുറെ കഴിഞ്ഞ് കഴിയുമ്പോൾ താഴെ ക്രിസ്റ്റൽ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മളത് വെള്ളം പതിയെ അനക്കാതെ മാറ്റുക. Get into the other clean beaker. These crystals need to be removed as they will also act as seeds and will not let your big crystal grow. പുതിയത് after a few days you will have a good sized crystal. അപ്പം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ക്രിസ്റ്റൽ നല്ല ഒരുവിധം മുഴുത്ത ക്രിസ്റ്റൽ ആയിട്ട് വരും, പല പല ഇതിലേക്ക് ഫോം ചെയ്തു വരും. When you feel the crystal has grown enough, remove it from the jar and carefully dry it with a paper towel. Wrap the finished crystal in the soft cloth and paper towel. നമ്മൾ വീഡിയോ കണ്ടതുപോലെ പതിയെ അതിനെ നമ്മള് വീഡിയോയിൽ കണ്ടതിനേക്കാൾ വ്യത്യസ്തമാണ്. ഇപ്പൊ ഒന്ന് ഇതില്ലാത്തതുകൊണ്ട് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല. ഓക്കെ, ഇപ്പൊ എക്സ്പെരിമെന്റ് മനസ്സിലായോ? ഓക്കെ, so this lesson is over. Miss, fill the blanks എഴുതാം. Yeah. Okay, what is the first question? Fill in the blanks. Which of these is a chemical change? ഇതിനകത്ത് chemical change എന്താണ്? Substance with the different chemical properties is formed. A substance in different stage but similar chemical properties is formed. The molecules of the substance do not undergo any change. A substance with a different shape or size but similar chemical properties is formed. So which one will be the answer? A substance with a different chemical property is formed. There is a chemical change. So put a tick mark for A. Second one വായിക്കട്ടെ. Second, read.
Which of this an invisible physical Irreversible. eh? Irreversible. Irreversible physical change, rusting of iron, freezing of water, a double decomposition reaction, breaking of glass, tumbler. Tumbler. ഇതിനകത്ത് ഏതാ ഫിസിക്കൽ ഇറിവേഴ്സിബിൾ ചേഞ്ച് ആയിട്ട് വരുന്നത്? ബ്രേക്കിംഗ് ഓഫ് ഗ്ലാസ് ടംബ്ലർ. ഗ്ലാസ് പൊട്ടിക്കും ഫിസിക്കൽ ചേഞ്ച് ആണ്. അതിന് മൊത്തത്തിൽ മാറ്റം വന്നു കഴിഞ്ഞു അല്ലേ? പക്ഷെ അത് ഇറിവേഴ്സിബിൾ. നമുക്ക് പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പീസായി കഴിഞ്ഞാൽ പിന്നെ ഗ്ലാസിന് പഴയ പോലെ ആക്കാൻ പറ്റുമോ? നോ. ഓക്കെ, സോ ഡി ഈസ് ദി ആൻസർ. നെക്സ്റ്റ് തേർഡ് വൺ. ശ്രേയ, can you hear? No, she can't hear, I think. Okay, read it to you. Faith എന്ന് വായിച്ച ആരുമില്ല. An arrow pointing downwards in a chemical reaction shows evolution of gas oxide. B formation of Precipitate. Oxidation, displacement. Oxidation, displacement. Okay. So what is the answer? Formation of precipitate. Downwards arrow വരുന്നത്. Okay. So put a tick mark for B. Next, fourth question. A chemical reaction in which heat is given out is called. Heat പുറത്തു വരുന്ന chemical reaction ഏതാണ്? Exothermic reaction, endothermic reaction, decomposition reaction, neutralization. Miss, A. Exothermic. Okay. Next, fifth one, read. in a combination reaction, how many products are formed? Through only one or two only number can't be suffered. Specified. So one only the answer. C is the answer for that. What happened in a displacement reaction? A more reactivity element replace a less reactive element. A less reactive element replace a more reactive element, and element replace one which is equally Reactive. reactive. Any element can replace any other element with no relation to reactivity. So A is the answer. A more reactive element replaces a less reactive. കൂടുതൽ റിയാക്റ്റീവ് ആയിട്ടുള്ള എലിമെന്റിനെ മാറ്റി ലെസ് ആവുന്ന ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള എലിമെന്റിനെ റീപ്ലേസ് ചെയ്യുന്നു. നെക്സ്റ്റ്, സെവൻത് ക്വസ്റ്റ്യൻ. A neutralization reaction is a decomposition reaction, displacement reaction, combination reaction, double displacement reaction. Double replacement ആണ്. Okay, put a tick mark for double replacement. Sorry, double displacement reaction. D. Eighth one. An oxidation reaction involves addition of oxygen only, oxygen, or removal of hydrogen, hydrogen only, hydrogen, of removal of oxygen. Okay, oxygen or removal of hydrogen is the answer. Oxidation എന്ന് പറയുമ്പോൾ ഓക്സിജൻ ചേരിക്കുകയോ അല്ലെ ഹൈഡ്രജനെ റിമൂവ് ചെയ്യുകയോ ചെയ്യുന്നതാണ്. Ninth one. Reaction is there only one reactor. Combination reaction, decomposition reaction, single displacement reaction, double displacement reaction. So B is the answer. Decomposition reaction. Next, 10th one. If A is more reactive than B, which of the following is true? A will replace B from a salt of B. B will replace A from a salt of A. Both can displace each other from their salts.
both cannot replace each other from their salt. A is the answer. A will replace B from a salt of B. Okay, നമ്മുടെ time ഇനി 2 minutes ഉള്ളൂ. We'll wind up the class later. Okay, bye then.